നമസ്കാരം ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അതേസമയം പ്രവാസി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ ലഭിക്കുന്ന ചിലവർക്ക് അവധി ദിവസങ്ങൾ കാരണം വിതരണം വൈകിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇനി പ്രധാനപ്പെട്ടത് സെപ്റ്റംബർ മാസത്തിൽ പെൻഷൻ വാങ്ങുന്നവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. പ്രത്യേകിച്ച് സെപ്റ്റംബർ 30, 2026 എന്ന തീയതി എല്ലാവരും പ്രത്യേകം ഓർത്തുവയ്ക്കണം. കാരണം പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിന് ആവശ്യമായ ചില നടപടികൾ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും 4 കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഒന്നാമത്തേത് മസ്റ്ററിംഗ്, രണ്ടാമത്തേത് വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം, മൂന്നാമത്തേത് ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ മാറുന്ന സംവിധാനം, നാലാമത്തേത് കേന്ദ്ര സർക്കാർ വിഹിതമായി ലഭിക്കുന്ന പെൻഷൻ തുകയുടെ ക്രമീകരണം. ഇതോടൊപ്പം വരുമാന സർട്ടിഫിക്കറ്റ്, പുനർവിവാഹം സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയെക്കുറിച്ചും പലർക്കും ഇപ്പോഴും സംശയങ്ങളുണ്ട്. അതും വീഡിയോയിൽ വ്യക്തമാക്കാം. അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വാർഷിക മസ്റ്ററിംഗ്. 2026 സെപ്റ്റംബർ 30-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഭാവിയിലെ പെൻഷൻ വിതരണത്തെ ബാധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ അവസാന ദിവസത്തേക്ക് കാത്തു നിൽക്കാതെ ഇത് പൂർത്തിയാക്കുന്നതാണ് സുരക്ഷിതം. പല ഗുണഭോക്താക്കളും ഒരു തെറ്റിദ്ധാരണയിൽ കഴിയുന്നുണ്ട്. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് ചിലർ കരുതുന്നത്. അത് ശരിയായ സമീപനമല്ല. നിലവിൽ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിലും ആവശ്യമായ മസ്റ്ററിംഗ് നടപടികൾ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ടത് പ്രധാനമാണ്. അതുകൊണ്ട് വീട്ടിലുള്ള മുതിർന്നവർ, മാതാപിതാക്കൾ, ബന്ധുക്കൾ, അയൽവാസികൾ തുടങ്ങിയവർ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ മസ്റ്ററിംഗ് സ്ഥിതി പരിശോധിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. മസ്റ്ററിംഗ് ചെയ്തോ എന്ന് എങ്ങനെ പരിശോധിക്കാം? മസ്റ്ററിംഗ് പൂർത്തിയായിട്ടുണ്ടോ എന്ന് ഗുണഭോക്താക്കൾക്ക് പരിശോധിക്കാനുള്ള സൗകര്യമുണ്ട്. ആധാർ നമ്പർ ഉപയോഗിച്ച് ഔദ്യോഗിക പെൻഷൻ സംവിധാനത്തിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കാം. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആധാർ നമ്പർ നൽകുമ്പോൾ ശരിയായ വിവരങ്ങൾ തന്നെയാണോ നൽകുന്നത് എന്നത് ശ്രദ്ധിക്കുക. പെൻഷൻ ഗുണഭോക്താവിന്റെ വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പിന്നീട് പ്രശ്നങ്ങൾക്ക് കാരണമാകാം. അതിനാൽ അവസാന നിമിഷത്തിൽ തിരക്കുണ്ടാക്കുന്നത് ഒഴിവാക്കാൻ മസ്റ്ററിംഗ് നേരത്തെ തന്നെ പൂർത്തിയാക്കുന്നത് നല്ലതാണ്. അടുത്തതായി, എല്ലാവർക്കും വീട്ടിലെത്തി മസ്റ്ററിംഗ് ലഭിക്കുമോ? ഇതാണ് പലരും ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത ചില പ്രത്യേക വിഭാഗം ആളുകൾക്ക് ഹോം മസ്റ്ററിംഗ് സൗകര്യം ലഭ്യമാണ്. പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾക്കും ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർക്കുമാണ് ഈ സൗകര്യം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത്തരം ഗുണഭോക്താക്കൾക്ക് വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്താം. ഇതിനായി 50 രൂപ ഫീസ് ഈടാക്കുന്ന സംവിധാനമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. ഹോം മസ്റ്ററിംഗ് എന്ന സൗകര്യം ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സാധാരണ ഗുണഭോക്താക്കൾ വീട്ടിൽ നിന്ന് തന്നെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം എന്ന രീതിയിൽ കാണരുത്. കിടപ്പിലായിരിക്കുന്നവർ, ശാരീരിക വൈകല്യമുള്ളവർ, യാത്ര ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള പ്രത്യേക സാഹചര്യത്തിലുള്ളവർ തുടങ്ങിയവർക്കാണ് ഈ സൗകര്യം പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനാൽ അർഹതയുള്ളവർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. ഹോം മസ്റ്ററിംഗ് ആവശ്യമുള്ളവർ എന്ത് ചെയ്യണം? വീട്ടിലെത്തി മസ്റ്ററിംഗ് ആവശ്യമായ ഗുണഭോക്താക്കൾക്ക് അവരുടെ വിവരങ്ങൾ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിലോ വാർഡ് മെമ്പറിലൂടെയോ അറിയിക്കാം. ഇവിടെ കുടുംബാംഗങ്ങൾക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. പെൻഷൻ വാങ്ങുന്ന വ്യക്തിക്ക് നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അവർ തന്നെ ഓഫീസുകളിലേക്ക് പോകാൻ ശ്രമിക്കേണ്ടതില്ല. അവരുടെ കുടുംബാംഗങ്ങൾ ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ച് ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെടുക. പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയായോ എന്ന് മക്കളും ബന്ധുക്കളും പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വലിയ മാറ്റമാണ് ബാങ്ക് അക്കൗണ്ടിന്റെ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് ബാങ്ക് അക്കൗണ്ട് അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റ് സംവിധാനത്തിലേക്ക് മാറാനുള്ള നീക്കം. നിലവിൽ ചില ഗുണഭോക്താക്കൾക്ക് വിവിധ രീതികളിലായി പെൻഷൻ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഭാവിയിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പെൻഷൻ ക്രെഡിറ്റ് ചെയ്യുന്ന സംവിധാനത്തിനാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. അതുകൊണ്ട് പെൻഷൻ ഗുണഭോക്താക്കൾ എപ്പോൾ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടിന്റെ സ്ഥിതി പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണോ? ആദ്യമായി പരിശോധിക്കേണ്ടതായി ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനക്ഷമമാണോ എന്നതാണ്. നാളുകളായി ഉപയോഗിക്കാത്ത അക്കൗണ്ട് ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണ് ആദ്യമായി പരിശോധിക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനക്ഷമമാണോ എന്നതാണ്. നാളുകളായി ഉപയോഗിക്കാത്ത അക്കൗണ്ട് ആണെങ്കിൽ അത് സംബന്ധിച്ച് ബാങ്കുമായി പരിശോധിക്കുക. പെൻഷൻ ലഭിക്കേണ്ട അക്കൗണ്ടിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ പിന്നീട് പണം ക്രെഡിറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകാം. അതിനാൽ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണോ, അക്കൗണ്ടിലെ പേര് ശരിയാണോ, ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തെറ്റുണ്ടോ എന്നിവ പരിശോധിക്കുക. ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് ഭാവിയിലെ നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ വിതരണത്തിൽ DBT, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട്
ഗുണഭോക്താക്കൾ അവരുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കണം. ഇത് സംബന്ധിച്ച് സംശയമുള്ളവർ ബാങ്കുമായി ബന്ധപ്പെടാം. ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ ആനുകൂല്യം നേരിട്ട് എത്തുന്ന രീതിയിലാണ് DBT സംവിധാനം. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ ശരിയായി സൂക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. സഹകരണ ബാങ്ക് വഴി പെൻഷൻ ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക. ഇപ്പോൾ ചില ഗുണഭോക്താക്കൾക്ക് സഹകരണ സ്ഥാപനങ്ങൾ വഴിയുള്ള സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ ലഭിക്കുന്നുണ്ട്. എന്നാൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പെൻഷൻ എത്തിക്കുന്ന സംവിധാനത്തിലേക്ക് മാറ്റം വരുത്തുന്നതിനാൽ ഇത്തരം ഗുണഭോക്താക്കൾക്കും ഭാവിയിലെ നടപടികൾക്കായി തയ്യാറാകണം. നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. ആവശ്യമായാൽ ബന്ധപ്പെട്ട ബാങ്കുമായും തദ്ദേശ സ്ഥാപനമായും ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉറപ്പാക്കുക. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, പെൻഷൻ ലഭിക്കുന്ന അക്കൗണ്ട് ഏതാണ് കൃത്യമായി അറിയുക. പഴയ അക്കൗണ്ട് അടച്ചുപൂട്ടിയിട്ടുണ്ടെങ്കിൽ പുതിയ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ ബന്ധപ്പെട്ട സംവിധാനങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കുക. കേന്ദ്ര സർക്കാർ വിഹിതം ലഭിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംശയത്തിലേക്ക് വരാം. ചില സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാർ വിഹിതം ലഭിക്കുന്നുണ്ട്. ഇത്തരം കേന്ദ്ര വിഹിതം സാധാരണയായി 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള തുകയായിരിക്കാം. ഇവിടെ പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. സംസ്ഥാന സർക്കാർ നൽകുന്ന പെൻഷൻ തുകയും കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതവും ഒരേ രീതിയിൽ കണക്കാക്കപ്പെടുന്നു എന്നാണ് ചിലർ കരുതുന്നത്. എന്നാൽ കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ കാര്യത്തിൽ അത് പ്രത്യേകം ക്രമീകരിച്ചാണ് ലഭിക്കുന്നത്. അതിനാൽ കേന്ദ്ര സർക്കാർ വിഹിതമായി 200 രൂപയോ 300 രൂപയോ 500 രൂപയോ ലഭിക്കുന്ന ഒരാൾക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ 2000 രൂപയും ഒരുമിച്ച് കേന്ദ്ര വിഹിതമായി ലഭിക്കുമെന്ന് കരുതരുത്. കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം അതിന്റെ നിലവിലുള്ള രീതിയിൽ തന്നെയാണ് ക്രമീകരിക്കപ്പെടുന്നത്. കേന്ദ്ര വിഹിതം എവിടെയാണ് ലഭിക്കുക? കേന്ദ്ര സർക്കാർ വിഹിതവുമായി ബന്ധപ്പെട്ട തുക ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലാണ് വിതരണം നടക്കുന്നത്. അതിനാൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയായിരിക്കണം. ആധാർ ബന്ധിപ്പിച്ച അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പണം എത്തുന്നതിൽ തടസ്സമുണ്ടാകാം. അതുകൊണ്ട് കേന്ദ്ര വിഹിതം ലഭിക്കുന്നവർ ബാങ്ക് അക്കൗണ്ടിന്റെ സ്ഥിതിയും പരിശോധിക്കുക. അടുത്തതായി വരുമാന സർട്ടിഫിക്കറ്റിനെ കുറിച്ച് വലിയൊരു സംശയമുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ നോക്കാം. പെൻഷൻ വാങ്ങുന്ന പലരും ചോദിക്കുന്ന കാര്യമാണ്, ഞാൻ മുൻപ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയതാണ്, വീണ്ടും നൽകണോ? ഇതുമായി ബന്ധപ്പെട്ട് അനാവശ്യമായി വീണ്ടും രേഖകൾ സമർപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ എന്ന് പലരും ആശങ്കപ്പെടുന്നു. ആവശ്യമായ സമയപരിധിക്കുള്ളിൽ നിങ്ങൾ നേരത്തെ തന്നെ ബന്ധപ്പെട്ട വരുമാന സർട്ടിഫിക്കറ്റും ആവശ്യപ്പെട്ടിട്ടുള്ള മറ്റ് രേഖകളും സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ രേഖകൾ വീണ്ടും വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. അതുപോലെ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമായ സമയത്ത് നേരത്തെ നൽകിയിട്ടുണ്ടെങ്കിൽ അതും വീണ്ടും നൽകേണ്ട സാഹചര്യമില്ല. എന്നാൽ നിങ്ങളുടെ പ്രത്യേക കേസിൽ അധിക രേഖ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ നിന്നോ അധികാരികളിൽ നിന്നോ ലഭിക്കുന്ന നിർദ്ദേശം അനുസരിക്കണം. പെൻഷൻ വാങ്ങുന്നവർ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം. സെപ്റ്റംബർ 30 മുൻപ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായി മസ്റ്ററിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുക. മസ്റ്ററിംഗ് പൂർത്തിയായിട്ടില്ലെങ്കിൽ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുക. രണ്ടാമതായി ശാരീരികമായി ഓഫീസിലേക്കോ മസ്റ്ററിംഗ് കേന്ദ്രത്തിലേക്കോ പോകാൻ കഴിയാത്ത കിടപ്പ് രോഗികളോ ശാരീരിക ബുദ്ധിമുട്ടുള്ളവരോ വീട്ടിലുണ്ടെങ്കിൽ ഹോം മസ്റ്ററിംഗ് സൗകര്യം സംബന്ധിച്ച് ബന്ധപ്പെടേണ്ട അക്ഷയ കേന്ദ്രത്തിലോ വാർഡ് മെമ്പറിലോ അന്വേഷിക്കുക. മൂന്നാമത്തേതായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആക്റ്റീവ് ആണോ എന്ന് ഉറപ്പാക്കുക. നാലാമതായി ആധാറുമായി ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. പെൻഷൻ ലഭിക്കുന്ന ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കുക. അവസാന ദിവസത്തേക്ക് ഒരു കാര്യങ്ങളും മാറ്റിവെക്കരുത്. മസ്റ്ററിംഗ് ചെയ്യേണ്ട അവസാന തീയതി സെപ്റ്റംബർ 30 ആണെങ്കിൽ സെപ്റ്റംബർ 30 തീയതി തന്നെ ചെയ്യാമെന്ന് കരുതി കാത്തിരിക്കരുത്. അവസാന ദിവസങ്ങളിൽ വലിയ തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിലും ബന്ധപ്പെട്ട സേവന കേന്ദ്രങ്ങളിലും തിരക്കുണ്ടാകാം. സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. രേഖകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ സമയമെടുക്കാം. അതുകൊണ്ട് എത്രയും നേരത്തെ ചെയ്യാൻ കഴിയുമോ അത്രയും നേരത്തെ ചെയ്യുക. ഈ വിവരങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രായമായ പെൻഷൻ ഗുണഭോക്താക്കളാണ്. പല മുതിർന്നവർക്കും ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അറിയണമെന്നില്ല. ആധാർ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാനും ബാങ്ക് വിവരങ്ങൾ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടാകാം. അതുകൊണ്ട് വീട്ടിലുള്ള മക്കളും ബന്ധുക്കളും അവരെ സഹായിക്കുക. പെൻഷൻ വരുന്നുണ്ടല്ലോ, ഇനിയൊന്നും നോക്കേണ്ട എന്ന രീതിയിൽ അവഗണിക്കരുത്. മസ്റ്ററിംഗ് പൂർത്തിയായോ എന്ന് പരിശോധിക്കുക. ബാങ്ക് അക്കൗണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ആധാർ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഇവയെല്ലാം നേരത്തെ തന്നെ ഉറപ്പാക്കുക. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയായ സാഹചര്യത്തിൽ പലർക്കും ആശ്വാസമുണ്ടാകാം. എന്നാൽ ഇനി ശ്രദ്ധിക്കേണ്ടത് ഒക്ടോബർ മുതലുള്ള പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനുള്ള ആവശ്യമായ നടപടികളാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പെൻഷൻ രേഖകളും മസ്റ്ററിംഗ് സ്റ്റാറ്റസും പരിശോധിക്കുന്നത് നല്ലതാണ്. പ്രവാസി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അവധി ദിവസങ്ങൾ കാരണം ഉണ്ടായിട്ടുള്ള വിതരണവും വൈകല്യവും ഇതിൽ നിന്ന് വേറിട്ട വിഷയമാണ്. അതിനാൽ ഒരു വിഭാഗത്തിന് ഉണ്ടായിട്ടുള്ള വിതരണ വൈകല്യം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ മുടങ്ങുന്ന എന്ന രീതിയിൽ വ്യാഖ്യാനിക്കരുത്. ഇനി വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് 4 കാര്യങ്ങൾ മാത്രം വീണ്ടും ഒന്ന് ഓർത്തുവെക്കുക. മസ്റ്ററിംഗ് 2026 സെപ്റ്റംബർ 30 മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. ഹോം മസ്റ്ററിംഗ് കറക്റ്റായി ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് കറക്റ്റായി ആക്റ്റീവ് ആക്കുക. കേന്ദ്ര വിഹിതങ്ങളെക്കുറിച്ച് അറിയുക.
സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്രയമാണ്. അതുകൊണ്ട് സർക്കാർ സംവിധാനത്തിൽ നിന്ന് ലഭിക്കുന്ന ഓരോ അറിയിപ്പും കൃത്യമായി മനസ്സിലാക്കുകയും ആവശ്യമായ നടപടികൾ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് സെപ്റ്റംബർ 30, 2026 എന്ന തീയതി മറക്കരുത്. നിങ്ങളുടെ വീട്ടിൽ പെൻഷൻ വാങ്ങുന്ന അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയോ മറ്റാരും ഉണ്ടെങ്കിൽ ഈ വിഷയങ്ങൾ അവരിലേക്ക് എത്തിക്കുക. മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അർഹരായ കിടപ്പ് രോഗികൾക്ക് ഹോം മസ്റ്ററിംഗ് സൗകര്യം ലഭ്യമാണെന്ന് അറിയിക്കുക. ഇത്തരം കാര്യങ്ങൾ അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാതെ നേരത്തെ തന്നെ പൂർത്തിയാക്കുകയാണ് ഏറ്റവും നല്ലത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ള പെൻഷൻ ഗുണഭോക്താക്കളിലേക്കും ഈ വിവരം എത്തിക്കുക. പ്രത്യേകിച്ച് വീട്ടിലുള്ള മുതിർന്നവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.